ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും ഇട്ട് തേങ്ങ അരച്ച് ഉള്ള കറി നോക്കിയാലോ നമുക്ക്. ആദ്യം ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങൾ സവാള, ചക്കക്കുരു, പച്ചമുളക്, തക്കാളി, മുരിങ്ങയ്ക്ക. പക്ഷെ മുരിങ്ങയ്ക്ക ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നില്ല, ബാക്കിയെല്ലാ സാധനവും ആദ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ ചക്കക്കുരു വെന്തതിന് ശേഷം മാത്രം പിന്നെ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുന്നുള്ളൂ. മുരിങ്ങയ്ക്ക ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടൊരു അരപ്പ് ആക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ രീതിയിലൊന്നും പറയുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് മുരിങ്ങയ്ക്കയും വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുളിവെള്ളം, ഞാൻ മറ്റേ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനൊക്കെ നമ്മുടെ പിഴുപുളിയല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്, അപ്പോൾ പിഴുപുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പിന് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉലുവാപ്പൊടിയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇച്ചിരി ഒരു പകുതി സവാള